മാസപ്പടി വിവാദത്തിന് പുറകെയാണ് 24-ാം പാർട്ടി കോൺഗ്രസ് വന്നത്. അപ്പം അതിലും കുറച്ച് വിഷയങ്ങളും പ്രശ്നങ്ങളും തമ്മിൽ സ്വരചേർച്ചകളും ഒക്കെ വന്നു. ഇനി പിണറായി സർക്കാർ ഒരു മൂന്നാം ഭാഗത്തിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റുമോ? സാധിക്കത്തില്ല. ഇവിടെ CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോൾ അവർ തന്നെ അങ്ങ് തീർച്ചപ്പെടുത്തി ഇനിയും പിണറായി യുഗം തുടരും, അവസാനിക്കുന്നില്ല. അതായത് മൂന്നാം വട്ടവും പിണറായി അധികാരത്തിൽ വരും എന്നുള്ള രീതിയിൽ തന്നെ പാർട്ടി അങ്ങ് പറഞ്ഞ് പ്രചരിപ്പിച്ചു. ഈ ചില കാര്യങ്ങളുണ്ടല്ലോ, ഈ പറഞ്ഞ് അങ്ങ് സ്ഥാപിച്ചെടുക്കും. അങ്ങനെ ഒരു രീതിയുണ്ട്. ഒരു കവി പറഞ്ഞിട്ടുള്ളതുപോലെ പറഞ്ഞാണ് സാർ കടൽ ഇത്ര വലുതായതെന്ന് എന്ന് പറയുന്നുണ്ട്. അതുപോലെയാണ് CPM അങ്ങ് പറഞ്ഞ് അങ്ങ് സ്ഥാപിച്ചെടുക്കുക. അപ്പോൾ എല്ലാവരും കരുതും LDF തന്നെയാണ് എന്ന് കരുതും. അതങ്ങ് ഒരു ഉറച്ച വിശ്വാസത്തിലേക്ക് നീങ്ങും. ആ ഒരു തന്ത്രം ഈ സംസ്ഥാന സമ്മേളനം വരെ നിലനിന്നിരുന്നു. പിന്നീട് അങ്ങോട്ട് പാർട്ടി കോൺഗ്രസ്സിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ പിണറായിയുടെ ആ പിടി മുറി തന്നെ നിൽക്കുമായിരുന്നു. പക്ഷെ അതിനിടയ്ക്കാണ്, അതായത് പാർട്ടി കോൺഗ്രസ് അങ്ങോട്ട് തുടങ്ങി ആ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പിടി വീണു. മാസപ്പടി കേസിൽ SFIOയുടെ ഇടപെടൽ വളരെ ശക്തമായി കഴിഞ്ഞു. മകള് കുറ്റക്കാരിയാണെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്തു. അത് പിണറായിയെ കൂടെ ബാധിക്കുന്നതാണ്. പിണറായിയെ മാത്രമല്ല, ഭരണത്തെ ബാധിക്കും, CPM എന്ന് പറയുന്ന പാർട്ടിയെ ബാധിക്കും. അത്രയും കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് പാർട്ടിയിൽ ചിലരൊക്കെ ഒരു പിണറായിയോടൊരു എതിർ സ്വരത്തോടു കൂടി നിന്നവരൊക്കെ ഉണ്ടായിരുന്നു. അത് പുറമേ കാണിക്കാതെ നിന്നവർ, അതൊക്കെ അവർ കാണിക്കാൻ തുടങ്ങി. MA ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് വരികയും ചെയ്തു. MA ബേബി വരുന്നതിനോടൊന്നും പിണറായി വിജയന് യാതൊരു താല്പര്യവുമില്ല. കാരണം പിണറായി വിജയൻ്റെ അധീനതയിലാണല്ലോ കാര്യങ്ങളെല്ലാം രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുമ്പോട്ട് പൊക്കൊണ്ടിരുന്നത്. കാരണം ഇവിടെയാണ് ഭരണം ഉള്ളത്. അപ്പം ഇവിടെ നിന്ന് കിട്ടുന്ന വിഹിതം ഉപയോഗിച്ച് വേണം ഡൽഹിയിലെ AKG ഭവനിലെ കറണ്ട് ചാർജ് അടയ്ക്കാനും അവിടെ നിൽക്കുന്ന സഹാക്കന്മാർക്ക് കഞ്ഞിയും പയറും കുടിച്ചു കിടക്കാൻ. ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കണം, പിണറായി കനിയണം. അപ്പോൾ പിണറായിയെ എല്ലാ തരത്തിലും പരിപോഷിപ്പിച്ച് നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ കേന്ദ്രത്തിൻ്റെ ഈ തരത്തിലുള്ള ഒരു പിടിമുറുക്കം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പാർട്ടിയിൽ പലരും മുഖം തിരിക്കാൻ തുടങ്ങി. പിണറായിക്കെതിരെ ഒരു ചോദ്യം വന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് പിന്നീട് അങ്ങോട്ട് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങളിലേക്ക് കടന്നു. താഴെത്തട്ടിലുള്ള സമ്മേളനങ്ങളൊക്കെയായി, രാജ്യ സമ്മേളനം, ലോക്കൽ സമ്മേളനം, ഇവിടങ്ങളിലൊക്കെ അങ്ങ് പിണറായിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉയർന്നു. പക്ഷെ സംസ്ഥാന സമ്മേളനത്തിൽ വന്നപ്പോൾ വീണ്ടും അതെല്ലാം അങ്ങ് മങ്ങിപ്പോവുകയും പിണറായി പിടിമുറുക്കുകയും ചെയ്തു. അങ്ങനെ ആണ് ഇവർ തീർച്ചപ്പെടുത്തുന്നത് പിണറായി യുഗം തുടരുമെന്നുള്ളത്. സാറ് പറഞ്ഞപ്പോൾ സംസ്ഥാന സമ്മേളനത്തിൽ പാർട്ടി സാധാരണ ഒരു സമ്മേളനം നടക്കും, പാർട്ടിക്കകത്തുള്ള എന്തൊക്കെയാണോ വിമർശനങ്ങളുള്ളത് അതെല്ലാം ഉന്നയിച്ച് അവർ ഇപ്പൊ തെറ്റുകളും കുറ്റങ്ങളും പറഞ്ഞ് തിരുത്തിയാണ് അത് മുന്നോട്ട് പോകുന്നത്. ഒരു പാർട്ടിയുടെ വിജയം എന്ന് പറയുന്നതാണ്. പക്ഷേ ഈ ഒരു പിണറായി സർക്കാർ വന്നപ്പോഴേക്കും, അല്ലെങ്കിൽ പിണറായിയുടെ ഒരു യുഗം തന്നെ വന്നപ്പോഴേക്കും ആ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ ഗോവിന്ദൻ മാഷിനെതിരെയും മറ്റുള്ള സഹാക്കൾക്കൊക്കെ എതിരെയും പല വിമർശനങ്ങൾ ഉയർന്നപ്പോഴും പിണറായിക്കെതിരെ ഒരു വാക്ക് പോലും മിണ്ടിയില്ല എന്നുള്ളതാണ് അതിശയമായി വന്നത്. ഈ പറഞ്ഞതുപോലെ മാസപ്പടി കേസാണെങ്കിലും സ്വർണ്ണക്കടത്ത് കേസാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു കേസിനെ ആസ്പദമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒരു വിമർശനം ഉയർന്നില്ല എന്നുള്ളത്. പക്ഷെ അതെല്ലാം കൂടെ ചേർത്തിപ്പം CPM-ന്റെ പാർട്ടി കോൺഗ്രസ് സമ്മേളനത്തിൽ ഇപ്പോൾ പിടിച്ചിരിക്കുകയാണ് എന്ന് തോന്നുന്നു, അല്ലേ? അല്ല, MA ബേബിയും അതിനെ പ്രതിരോധിച്ചല്ലോ. അത് പിന്നെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകുമ്പം അങ്ങനെയല്ലേ വേണ്ടത്. അല്ല, സമ്മേളനത്തിൽ ഒരു എതിർപ്പ് വന്നല്ലോ. കേരളം ഇപ്പൊ ഒരു കാലത്ത് ബംഗാളും ത്രിപുരയായിരുന്നു കമ്മ്യൂണിസത്തിന്റെ വളർച്ചയുടെ അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വലിയ ഘടകം എന്ന് പറഞ്ഞിരുന്നിടത്ത് ഇപ്പൊ കേരള ഘടകത്തെ ആക്കുന്നതിൽ എന്താണ് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർന്നുണ്ട്.
അതായത് കേരള ഘടകത്തിലേക്ക് പാർട്ടിയെ ചുരുക്കിക്കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിലാണ് യു പിയിൽ നിന്നും അതുപോലെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വരികയുണ്ടായി. അത് സ്വാഭാവികമാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ താന്നുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു പച്ച തുരുത്തുള്ളത് ഇവിടെ മാത്രമാണ്. ബംഗാളിലുള്ളവർക്കും ത്രിപുരയിലുള്ളവർക്കും ഒക്കെ ഇനി എന്ത് കൊടുത്തിട്ട് കാര്യം? നമ്മൾ പലപ്പോഴും പല വീഡിയോകളിലും പറഞ്ഞിട്ടില്ലേ, അവിടെ എല്ലാം കട പൂട്ടി കഴിഞ്ഞല്ലോ. ഇവിടെ ഈ പിണറായിയെ തന്നെ സ്തുതിച്ചുകൊണ്ടല്ലേ നിൽക്കുന്നത് ഏറെ പേരും. എം വി ഗോവിന്ദൻ എന്താണ് ചെയ്യുന്നത്? എം വി ഗോവിന്ദൻ പിണറായിയുടെ മുന്നിൽ നേരെ നിൽക്കില്ലല്ലോ. പിണറായി പറയുന്നതിനപ്പുറവും ഇപ്പുറവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പോയ പിണറായി സ്തുതി നടത്തിക്കൊണ്ടിരുന്നവരൊക്കെ ഇപ്പോൾ ഇതിനകത്തൊരു മാറ്റം വരാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മൾ നോക്കണം, മൂന്നാം വട്ടം പിണറായി യുഗം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ആദ്യം രഞ്ജിനി ഉന്നയിച്ചത്. അതില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് കണ്ടു തുടങ്ങിയിരിക്കുന്നത്. അതായത് കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. അത് ഉറപ്പായ കാര്യമാണ്. ഈ ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നത് കൊണ്ടാണ് ഇടയ്ക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും പാലക്കാടും ചേലക്കരയിലും ഈ UDFന്റെ വോട്ട് വിഹിതം വർദ്ധിച്ചു, BJPയുടെയും വോട്ട് വിഹിത വർധനവ് ഉണ്ടായി. ഈ വോട്ട് വിഹിത വർധനമല്ല സാർ, അങ്ങ് കേറുമല്ലായിരുന്നോ? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം BJPക്ക് വോട്ട് വിഹിതം കൂടുകയുണ്ടായി. CPMന്റെ ദേശീയ രാഷ്ട്രീയത്തിൽ CPMന്റെ സ്ഥിതി ആലോചിക്കാൻ 1.47% വോട്ട് മാത്രമേ ഉള്ളൂ. ഒരു കാലത്ത്, അതായത് UPA സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടതുപക്ഷത്തിന് 53 സീറ്റ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ പാർലമെന്റിൽ. ഒന്ന് ആലോചിക്കുക, 53 സീറ്റ് എന്ന് പറഞ്ഞാൽ CPMും CPIയും ഒക്കെ വളരെ നിർണായക ശക്തിയായിരുന്നു. മറ്റ് ഇടത് കക്ഷികളെല്ലാവരും കൂടെ UPA സർക്കാരിൻ്റെ ഒരു തിരുത്തൽ ശക്തി കൂടിയായിരുന്നു അവർ. ആ CPMന്റെ ഒക്കെ വാക്കുകൾക്ക് വിലയുണ്ടായിരുന്നു. ഇന്ന് ആ വോട്ട് എത്ര പോയി? 1.47% വന്ന് നിൽക്കുകയാണ്. ആ പാർട്ടിക്ക് ഇനി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വന്നിട്ട് എന്ത് കാര്യം? ഇത് നമ്മൾ വിചാരിക്കും രാഷ്ട്രീയമാണ്, ആ ഗ്രാഫ് ഇനി ഉയരുമെന്നും. ഇല്ല, CPMന്റെ ഗ്രാഫ് ഇനി ഉയരാൻ പോകുന്നില്ല. ശരിയാണ്. ഒരു കാലഘട്ടത്തില് ഒരു പക്ഷേ കോൺഗ്രസിനോടൊപ്പം തന്നെ CPM വരുമോ എന്ന് പോലും പ്രതീക്ഷിച്ചവരുണ്ട് അല്ലെ. ഒരു എതിർ പാർട്ടി എന്നുള്ള രീതിയിൽ കോൺഗ്രസിനോടൊപ്പം തന്നെ അത്രയ്ക്കായിരുന്നു പാർട്ടിയുടെ ഒരു ബലവും, അല്ലെങ്കിൽ അവര് പ്രകടിപ്പിച്ചിരുന്ന കാര്യങ്ങളും അവര് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ നേരെ തിരിച്ച് ഇവരുടെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഒരു കോർപ്പറേറ്റ് രീതിയിലോട്ട് ഇവർ ഭരണത്തിലെ ചുരുക്കിയിരിക്കുന്നു, അവരും ഒരുപാട് മാറിയിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ തന്നെയല്ലേ ഇതൊക്കെ. ഇത് ഇനി എന്തായാലും ഈ MA ബേബിയുടെ കാലത്ത് കോൺഗ്രസുമായിട്ട് അത്ര അടുക്കാനുള്ള സാധ്യത ഇല്ല. സീതാറാം യെച്ചൂരിയുടെ കാലത്ത് കോൺഗ്രസുമായിട്ടൊരു അടുപ്പം പുലർത്തിയിരുന്നു. കോൺഗ്രസുമായിട്ട് അടുപ്പം വെച്ച് പുലർത്തുന്നില്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യ മുന്നണിയിലേക്ക് ഇനി CPM ഇല്ല എന്ന് വേണം കരുതാൻ. ഈ CPMനെ അവരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവരുടെ വോട്ട് ശതമാനമൊക്കെ വളരെ കുറഞ്ഞു, വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ 2026 കേരളത്തിൽ CPMന് പതനം ഉണ്ടായി കഴിഞ്ഞാൽ ആ പതനത്തിൽ നിന്ന് കരകയറി വരാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. ഒരു കാലം വരെ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുള്ളത് ഭരണം LDF, UDF, LDF ഇത്തരത്തിലാണ് പോകുന്നത്. ഇനി ഇവിടെ ഇതിന് മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ അല്ലെ ചിലപ്പോൾ UDFന് തന്നെയായിരിക്കും സാധ്യത നിൽക്കുന്നത്. BJP ഒറ്റയടിക്ക് അങ്ങോട്ട് കയറി വരുത്തില്ല. BJP വോട്ട് പിടിക്കുകയല്ല, സീറ്റ് പിടിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. അത്തരത്തിലുള്ള നീക്കമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ CPMന് അടി ഏക്കാൻ പോവുകയാണ് പിണറായി. ഇനിയിപ്പോൾ കേരളത്തിൽ തന്നെ നിൽക്കില്ല, ഓടി ഒളിക്കുന്ന ഒരു ലക്ഷണമാണ്. പിണറായിക്ക് അധികാര സ്ഥാനമില്ലാതെ നിൽക്കാൻ പറ്റുമോ? ആര് വില കൽപ്പിക്കും? പുല്ല് വില പോലും കൽപ്പിക്കത്തില്ലല്ലോ പാർട്ടിക്കകത്തുള്ളവർ. പിണറായിയെ വെറും തെരുവിലിട്ട് വലിച്ചിഴയ്ക്കും. മറ്റ് ഭരണവിരുദ്ധ വികാരം അതിശക്തമായിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് പിണറായി വിജയൻ ഇനി രക്ഷയില്ലാത്ത നാളുകൾ തന്നെയാണ് വരാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.